തിക്കി നിറച്ച അലമാര വൃത്തിയാക്കാമെന്ന് വിചാരിച്ചാൽ അതിലും വലിയ തലവേദന പിടിച്ച പണി വേറെയില്ല. എന്നെപ്പോലെ വൃത്തിയാക്കാൻ മടിയുള്ളവർക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഞാൻ വെറുതെ ഫോണിൽ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കണ്ടതാണ്. കിച്ചണിലേക്ക് ഉപയോഗിക്കുന്ന സെയിം ട്രോളിയാണ്, നമുക്ക് സവാളയ്ക്കൊക്കെ വയ്ക്കില്ലേ, ആ സെയിം ട്രോളിയാണ്. ഞാൻ 4 റാക്കാണ്, 4 റാക്കിൻ്റെ 2 ട്രോളി ഞാൻ വാങ്ങിച്ചായിരുന്നു. നമുക്ക് ഷെൽഫ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചാണ്. അത് സക്സസ് ആയില്ലെങ്കിൽ നമുക്ക് കിച്ചണിലേക്ക് തന്നെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. പക്ഷേ ഭാഗ്യം കൊണ്ട് ഓക്കെ ആയി. അതെല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ അലമാരയിലേക്ക് വെക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെയാണ് സെപ്പറേറ്റ് ആയിട്ട് വെക്കാമല്ലോ. നമുക്ക് മുമ്പൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു സാധനം എടുക്കണമെങ്കിൽ നമുക്ക് അലമാരത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ പുറത്തേക്ക് വെച്ചിട്ട് നമുക്ക് വേണ്ട സാധനം എടുത്ത് വീണ്ടും ഇതേ സാധനങ്ങൾ നമുക്ക് അലമാരയിൽ തന്നെ വെക്കണം. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ട്രോളി വാങ്ങിച്ചിട്ട് ഞാൻ അലമാരത്തെ എല്ലാ പ്രോഡക്ട്സും മാറ്റി വെച്ച് ഈ റാക്കിന് അതിലേക്ക് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഓർഗനൈസ് ചെയ്യണം. ഓർഗനൈസ് ചെയ്യുന്നത് വെച്ചാൽ കൊച്ചിൻ്റെ മെഡിസിൻസ് റാക്കിൽ വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റിച്ചിങ്ങിന് വേണ്ട സാധനങ്ങളൊക്കെ ഒരു റാക്കിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കൊച്ചിൻ്റെ ബോഡി വാഷ്, ബോഡി ലോഷൻ, നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സൊക്കെ ഓരോ റാക്കിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് വേറെ റാക്കിലും വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഈ സെയിം 2 ട്രോളിയിൽ അല്ലെങ്കിൽ 2 റാക്കിൽ ഒതുക്കി വെച്ചത്. എന്തിനാ ഈ ട്രോളി കൊണ്ടുവന്ന പെട്ടി പോലും ഞാൻ വെറുതെ കളഞ്ഞിട്ടില്ല. അതിൽ നമ്മുടെ സ്റ്റിച്ചിങ്ങിന് വേണ്ട കുറച്ച് ക്ലോത്ത്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ആ പെട്ടിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പെട്ടിയിൽ വേറെയും വെക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ ഇന്നർ വെയർ വേണമെങ്കിൽ നമുക്ക് അതിൽ വെക്കാം. പിന്നെ അല്ലെങ്കിൽ സാനിറ്ററി പാഡ്സ് വയ്ക്കാം, കൊച്ചിൻ്റെ ഡയപ്പറൊക്കെ വേണമെങ്കിൽ വെക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ്ങിന് വേണ്ട പ്രോഡക്റ്റ് തുണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കാം. അതെല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇത്രയും സാധനങ്ങൾ, അതായത് നമ്മുടെ ഈ ബെഡിൽ കാണുന്ന എല്ലാ സാധനങ്ങളും ഞാൻ ഈ അലമാരയിൽ തന്നെ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആവശ്യമുള്ള റാക്കിൽ നോക്കിയാൽ മതി. കൊച്ചിന് മെഡിസിൻസ് വേണമെങ്കിൽ ആ റാക്കിൽ നോക്കിയാൽ മതി. ഇതാണ് ഈ അലമാരയുടെ ഫൈനൽ ലുക്ക്. ഈ റാക്ക് വെച്ച ശേഷമുള്ള അലമാരയാണിത് കേട്ടോ. എന്നെപ്പോലെ മടിച്ചുകൾക്കൊക്കെ ഉപയോഗിക്കുകയാണ്. ഫുൾ വീഡിയോ ചാനലിലുണ്ട്.